നമ്മൾ ഇന്നുള്ളത് കൊട്ടിയൂർ അമ്പലത്തിലാണ്. എത്തിനേയുള്ളൂ. നമ്മൾ ഏകദേശം ഒരു മണിക്കൂറാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ്സിലുള്ള ദൂരം. നമ്മൾ ചായ കുടിക്കാൻ കയറിയിട്ടുള്ളത്. യെസ്, നമ്മളൊരു 6:30 കയറിയിട്ട് ഒരു 8 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് നമ്മളെവിടെ എത്തി. നമ്മൾ വെള്ളയപ്പവും കറിയുവാണ് വാങ്ങിയത്. നമ്മൾ ചായ കുടിച്ച് ഈ ബേക്ക് കാണുന്ന ഷോപ്പിലാണ് നമ്മൾ ചായ കുടിച്ചത്. പെരുമാൾ എന്നാണ് പേര്. അതായത് ഷോപ്പ് കേട്ട് നമുക്ക് ഫുഡിനായത് 420. അതായത് സാധാരണ കൂടിയിട്ടാണ് തിന്നത്. ഒരു നമ്മള് വെള്ളയപ്പവും ഒരു കാപ്പിയും പിന്നെ ഒരു വടയും ആണ് തിന്നത്. നേരെ ഡബിൾ പൈസയാണ്. അപ്പൊ ആരെങ്കിലും ഈ ഫുഡ് കഴിക്കാണ്ടൊന്നും വരണ്ട. ഇവിടെ ഭയങ്കര പൈസയാണ്. ഇവിടുത്തെ 4 അപ്പൊ 5 ആൾ വരുന്നെങ്കിൽ 500. അത്ര ആൾക്കാരുടെ പൈസ. ഒരു കറിയും കാപ്പിയും മാത്രം നമ്മൾ ആകെ തിന്നത്. പോകുന്ന വഴി ഫുള്ള് ചളിയാണ്. മഴ പെയ്തോളൂ. പക്ഷെ നല്ല രസമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണയ നിനഗേ നമോ നമോ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ. നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും രസവും ഈ വെള്ളത്തിലൂടെ നടക്കുന്നതാണ്. നല്ല രസമാണ്. നല്ല മഴയും. നമ്മളിപ്പോൾ അമ്പലത്തിൽ ചുറ്റും എന്താ പറയാ പ്രദക്ഷിണം വെക്കുന്നതാണ്. മഴ പെയ്തപ്പോഴത്തേക്ക് അവിടെ നമ്മൾ കൊടചൂടിയിട്ടാണ് നടക്കുന്നത്. നമ്മളെ ആനേനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ വീട്ടിൽ വരുമ്പോ ആനേനെ ആനയുണ്ടാവും എന്ന് പറഞ്ഞാൽ വന്നു. എനിക്ക് നോക്കുമ്പോ ആനേന്റെ കഴുത്തിടുന്ന ചങ്ങലേന്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ സന്താന ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടലിങ്ങനെ അട്ടിക്കെട്ടിക്കോ വെക്കുന്ന ഒരു സ്ഥലം. നമ്മളീ ഇവിടെ നല്ല തിരക്കുണ്ട്. സാധാരണ നമ്മൾ വരുമ്പോൾ ഇത്ര തിരക്ക് കാണില്ല. നല്ല ക്യൂ എല്ലാം ഉണ്ട് ഇവിടെ വരുന്നവരെന്തായാലും കോട്ടയം കിട്ടിയിട്ട് വരിക. നല്ല മഴയുള്ള സമയം നമുക്ക് നല്ല പണി കിട്ടി. നല്ല ചളിയായി. അപ്പം എല്ലാവരും എന്തായാലും കോട്ടയം എടുത്തിട്ട് വേണം വരാൻ.